ശാന്തമായൊരു മുറി. അവിടെ നടക്കുന്നത് ചരിത്രത്തിലെ തന്നെ ഏറ്റവും ചിന്തോദ്ദീപകമായൊരു സംഭാഷണമാണ്. ചോദ്യകർത്താവിൻ്റെ മുഖത്ത് നേരിയ ഒരു ആശയക്കുഴപ്പവും ഒപ്പം ആകാംക്ഷയും നിഴലിച്ചിരുന്നു. എതിർവശത്തിരിക്കുന്ന മനുഷ്യൻ ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ശാസ്ത്രജ്ഞരിലൊരാളാണ്. അതിലുപരി അങ്ങേയറ്റം ആത്മീയനായൊരു വ്യക്തി. കാരുണ്യവും ദയയും നിറഞ്ഞ ആ കണ്ണുകളിലേക്ക് നോക്കി ചോദ്യകർത്താവ് ഒടുവിൽ തൻ്റെ മനസ്സിലെ ആ വലിയ ചോദ്യം ചോദിച്ചു. തികച്ചും ആത്മീയനായ താങ്കൾക്ക് ലോകത്തെ മുഴുവൻ ചാമ്പലാക്കാൻ കഴിവുള്ള ഒരാണവായുധം നിർമ്മിച്ചതിൽ ഒരിക്കലെങ്കിലും കുറ്റബോധം തോന്നിയിട്ടുണ്ടോ? നിമിഷങ്ങൾ നീണ്ട ഒരു മൗനം ആ മുറിയിൽ തളം കെട്ടിനിന്നു. ഒരുപക്ഷേ ഹിരോഷിമയിലെയും നാഗസാക്കിയിലെയും നൊമ്പരങ്ങൾ ആ ചോദ്യത്തിനു പിന്നിൽ ഒഴിഞ്ഞിരിപ്പുണ്ടായിരിക്കാം. എന്നാൽ ആ ശാസ്ത്രജ്ഞന്റെ മുഖത്ത് ഒരു പതർച്ചയുമുണ്ടായിരുന്നില്ല. പകരം തികഞ്ഞ ബോധ്യത്തോടെ ശാന്തവും എന്നാൽ ദൃഢവുമായ സ്വരത്തിൽ അദ്ദേഹം മറുപടി നൽകി. സമാധാനം നിലനിൽക്കുന്നത് ശക്തിയിൽ നിന്നാണ്. കാരണം ശക്തി ശക്തിയെ മാത്രമേ ബഹുമാനിക്കൂ. ആ വാക്കുകൾ പറഞ്ഞത് മറ്റാരുമായിരുന്നില്ല, ഇന്ത്യയുടെ അഭിമാനമായ ഡോക്ടർ APJ അബ്ദുൽ കലാമായിരുന്നു. അതൊരു കേവലമായ മറുപടിയായിരുന്നില്ല, മറിച്ച് ഒരു വലിയ രാജ്യത്തിൻ്റെ അതിജീവനത്തിൻ്റെ, പോരാട്ടത്തിൻ്റെ, ആത്മാഭിമാനത്തിൻ്റെ ചരിത്രമായിരുന്നു ആ ഒറ്റ വരിയിൽ ഒളിഞ്ഞിരുന്നത്. വർഷങ്ങൾ പുറകോട്ട് സഞ്ചരിക്കാം. 1970കളുടെ കാലഘട്ടം. ലോകം മുഴുവൻ ഇന്ത്യയെ നോക്കിക്കണ്ടിരുന്നത് ദാരിദ്ര്യവും പട്ടിണിയും നിറഞ്ഞ പാമ്പാട്ടികളുടെയും മാന്ത്രികരുടെയും ഒരു മൂന്നാം ലോക രാജ്യമെന്ന നിലയിൽ മാത്രമായിരുന്നു. പ്രതിരോധ മേഖലയിലോ ശാസ്ത്രസാങ്കേതിക രംഗത്തോ ഇന്ത്യക്ക് ലോകത്തിനു മുന്നിൽ എന്തെങ്കിലും വലിയ ചലനങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുമെന്ന് ഒരു ലോകരാജ്യവും വിശ്വസിച്ചിരുന്നില്ല. അന്ന് ലോകത്തിൻ്റെ നിയന്ത്രണം അമേരിക്ക, റഷ്യ, ബ്രിട്ടൻ, ഫ്രാൻസ്, ചൈന എന്നീ 5 വൻശക്തികളുടെ കൈകളിലായിരുന്നു. അവരുടെ കൈകളിൽ ലോകത്തെ പലവട്ടം ഇല്ലാതാക്കാൻ പോന്ന ആണവായുധങ്ങളുണ്ടായിരുന്നു. മറ്റാരും ഈ ശക്തിയിലേക്ക് വളർന്നു വരാതിരിക്കാൻ അവർ അദൃശ്യമായ ഒരു ഇരുമ്പുമറ തന്നെ സൃഷ്ടിച്ചിരുന്നു. എന്നാൽ ഇന്ത്യയുടെ അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിക്ക് വളരെ വ്യക്തമായൊരു കാഴ്ചപ്പാടുണ്ടായിരുന്നു. അതിർത്തികളിൽ ശത്രുക്കൾ വട്ടമിട്ട് പറക്കുമ്പോൾ തങ്ങളുടെ രാജ്യത്തിൻ്റെ പരമാധികാരം സംരക്ഷിക്കാൻ, സമാധാനം നിലനിർത്താൻ ഇന്ത്യയ്ക്ക് സ്വന്തമായൊരു പ്രതിരോധ കവചം ആവശ്യമാണെന്ന് അവർ തിരിച്ചറിഞ്ഞു. ശക്തിയില്ലാത്തവന്റെ സമാധാന പ്രസംഗങ്ങൾക്ക് ലോകത്തൊരു വിലയുമില്ലെന്ന് അവർക്ക് നന്നായി അറിയാമായിരുന്നു. ആ തിരിച്ചറിവിൽ നിന്നാണ് ഇന്ത്യയുടെ ആദ്യത്തെ ആണവ പദ്ധതിയുടെ രഹസ്യനീക്കങ്ങൾ ആരംഭിക്കുന്നത്. മുംബൈയിലെ തിരക്കേറിയ തെരുവുകളിൽ നിന്നും മാറി അറബിക്കടലിന്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഭാഭ ആറ്റോമിക് റിസർച്ച് സെന്ററിന്റെ നിഗൂഢമായ ഇടനാഴികളിൽ വെച്ചാണ് ആ ചരിത്രം രചിക്കപ്പെട്ടത്. അന്നത്തെ ബാർക്ക് ഡയറക്ടറായിരുന്ന രാജാരാമണ്ണയുടെ നേതൃത്വത്തിൽ PK അയ്യങ്കാറും R ചിദംബരവും തുടങ്ങിയ അതികായന്മാരായ ശാസ്ത്രജ്ഞർ രാപ്പകലില്ലാതെ അധ്വാനിച്ചു. ഏകദേശം 75ഓളം വരുന്ന മിടുക്കരായ ശാസ്ത്രജ്ഞന്മാരും എഞ്ചിനീയർമാരും അടങ്ങുന്ന ഒരു ചെറിയ സംഘം. പുറം ലോകമറിയാതെ വിദേശ രഹസ്യാന്വേഷണ ഏജൻസികളുടെ കണ്ണുവെട്ടിച്ച് ഇന്ത്യയുടെ ആദ്യത്തെ ആണവ ബോംബിന്റെ രൂപരേഖ അവർ തയ്യാറാക്കി. ഒരു രാജ്യത്തിന്റെ മുഴുവൻ പ്രതീക്ഷകളും ആ ചുരുക്കം ചില മനുഷ്യരുടെ ചുമലുകളിലായിരുന്നു. ഉറക്കമില്ലാത്ത രാത്രികൾ, സങ്കീർണമായ ഗണിതശാസ്ത്ര സമവാക്യങ്ങൾ, പരീക്ഷണശാലകളിലെ ഉയർന്ന താപനിലകൾ, അങ്ങനെ ഓരോ നിമിഷവും അവർ തങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് നടന്നെടുത്തു. ഒടുവിൽ ആ സുപ്രധാന ദിനമെത്തി. 1974 മെയ് 18. സ്ഥലം രാജസ്ഥാനിലെ പൊക്രാൻ മരുഭൂമി. ചുട്ടുപൊള്ളുന്ന മണൽക്കാറ്റ് വീശിയടിക്കുന്ന വിജനമായ ആ പ്രദേശത്ത് ഇന്ത്യൻ സൈന്യത്തിന്റെ കർശന കാവലിൽ ഒരു വലിയ ദൗത്യം നടക്കാൻ പോകുകയായിരുന്നു. ഭൂമിക്കടിയിൽ വളരെ ആഴത്തിൽ അവർ തങ്ങളുടെ വർഷങ്ങളുടെ അധ്വാനഫലമായ ആ ഉപകരണം സ്ഥാപിച്ചു. ആ രഹസ്യ ഓപ്പറേഷന് അവർ നൽകിയ പേര് വളരെ വിചിത്രമായിരുന്നു. സ്മൈലിംഗ് ബുദ്ധ അഥവാ ചിരിക്കുന്ന ബുദ്ധൻ. സമാധാനത്തിന്റെ പ്രതീകമായ ബുദ്ധന്റെ പേര് ലോകത്തിലെ ഏറ്റവും വിനാശകരനായ ഒരു ആയുധത്തിന് നൽകിയത് ഒരുപക്ഷേ സമാധാനം സംരക്ഷിക്കാനാണ് ഈ ആയുധമെന്ന വലിയ സന്ദേശം ലോകത്തിന് നൽകാനായിരിക്കാം. കൗണ്ട് ഡൗൺ ആരംഭിച്ചു. ശാസ്ത്രജ്ഞരുടെ ഹൃദയമിടിപ്പ് വർദ്ധിച്ചു. ബട്ടൺ അമർത്തപ്പെട്ടു. പൊടുന്നനെ ശാന്തമായി കിടന്നിരുന്ന ആ മരുഭൂമി വിറകൊണ്ടു. ഭൂമിക്കടിയിൽ നിന്നും വലിയൊരു കുലുക്കം അനുഭവപ്പെട്ടു. മണൽക്കുന്നുകൾ ആകാശത്തേക്കുയർന്നു. ഇന്ത്യയുടെ ആദ്യത്തെ ആണവ പരീക്ഷണം വിജയകരമായി പൂർത്തിയായി. ബുദ്ധൻ ചിരിച്ചിരിക്കുന്നു എന്ന രഹസ്യ സന്ദേശം ഡൽഹിയിലേക്ക് പറന്നു. ആ ഒറ്റ സ്ഫോടനത്തോടെ ലോകരാജ്യങ്ങൾ ഇന്ത്യയെ ഞെട്ടലോടെ നോക്കിക്കണ്ടു.
ഇന്ത്യയുടെ ഈ നേട്ടത്തിൽ വിറളി പിടിച്ച അമേരിക്കയും മറ്റു പാശ്ചാത്യ രാജ്യങ്ങളും ഇന്ത്യയ്ക്കുമേൽ കടുത്ത ഉപരോധങ്ങൾ ഏർപ്പെടുത്തി. സാങ്കേതിക വിദ്യകൾ നിഷേധിക്കപ്പെട്ടു. ഒറ്റപ്പെടുത്തലുകളുടെ ഒരു നീണ്ട കാലഘട്ടമായിരുന്നു പിന്നീട്. 1974 ഈ ആദ്യത്തെ ആണവ പരീക്ഷണം ഇന്ത്യയുടെ ആണവ പദ്ധതികൾക്ക് കൃത്യമായ ഒരു ദിശ നൽകിയെങ്കിലും അതൊരു പൂർണ്ണമായ ആയുധ പരീക്ഷണമായിരുന്നില്ല. അതുകൊണ്ടുതന്നെ ഇന്ത്യയുടെ ആണവശക്തിയെക്കുറിച്ച് ലോകത്തിനു മുന്നിൽ ഒരു സംശയം നിലനിന്നിരുന്നു. വർഷങ്ങൾ കടന്നുപോയി. ലോകം മാറിമറിഞ്ഞു. സാങ്കേതിക വിദ്യകൾ വളർന്നു. അമേരിക്ക തങ്ങളുടെ അത്യാധുനിക ഉപഗ്രഹങ്ങൾ വഴി ലോകത്തിന്റെ മുക്കിലും മൂലയിലും നിരീക്ഷണം ആരംഭിച്ചു. ബഹിരാകാശത്തു നിന്നും ഭൂമിയിലെ ഒരു ചെറിയ വാഹനത്തിന്റെ നമ്പർ പ്ലേറ്റ് വരെ വായിക്കാൻ കഴിയുന്നത്ര ശക്തിയുള്ള ക്യാമറകളുള്ള ഉപഗ്രഹങ്ങൾ. ഈ സമയം ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദവിയിലേക്ക് അടൽ ബിഹാരി വാജ്പേയി കടന്നുവരുന്നു. അദ്ദേഹം പഴയ ഫയലുകൾ പരിശോധിച്ചു. അയൽ രാജ്യങ്ങൾ പ്രതിരോധ രംഗത്ത് ബഹുദൂരം മുന്നോട്ടു പോയിരിക്കുന്നു. ഇന്ത്യയുടെ സുരക്ഷ വലിയൊരു ചോദ്യചിഹ്നമായി നിൽക്കുന്നു. 1974 നടന്ന ആ ചെറിയ ന്യൂക്ലിയർ ടെസ്റ്റ് മാത്രം പോരെന്ന് അദ്ദേഹത്തിന് ബോധ്യമായി. ആ പരീക്ഷണം ലോകം വേണ്ടത്ര ഗൗരവത്തിലെടുത്തിട്ടില്ല. അതുകൊണ്ടുതന്നെ ഫുൾ ഫ്ലെജ്ഡായി പൂർണ്ണതോതിലുള്ള ഒരു ന്യൂക്ലിയർ ടെസ്റ്റ് ലോകരാജ്യങ്ങൾക്ക് കാണിച്ചു കൊടുക്കണമെന്നും ഇന്ത്യയുടെ യഥാർത്ഥ പവർ എന്താണെന്ന് അമേരിക്ക ഉൾപ്പെടെയുള്ള വൻശക്തികളെ ബോധ്യപ്പെടുത്തണമെന്നും അദ്ദേഹം തീരുമാനിച്ചു. വാജ്പേയി ഒട്ടും സമയം പാഴാക്കിയില്ല. അദ്ദേഹം ആ മനുഷ്യനെ വിളിച്ചുവരുത്തി, ഡോക്ടർ APJ അബ്ദുൽ കലാമിനെ. വാജ്പേയി തന്റെ ആവശ്യം കലാം സാറിനെ അറിയിച്ചു. ഇന്ത്യയുടെ യഥാർത്ഥ ശക്തി ലോകമറിയണം. അതിനൊരു സമ്പൂർണ്ണ ആണവ പരീക്ഷണം വേണം. അതൊരു സാധാരണ ദൗത്യമായിരുന്നില്ല. ലോക പോലീസായ അമേരിക്കയുടെ കണ്ണുവെട്ടിച്ച് അവരുടെ ചാര ഉപഗ്രഹങ്ങളുടെ നിരീക്ഷണങ്ങളെ മറികടന്നു വേണം ഈ പരീക്ഷണം നടത്താൻ. ഒരു ചെറിയ പിഴവ് സംഭവിച്ചാൽ പോലും അത് വലിയ സാമ്പത്തിക ഉപരോധങ്ങളിലേക്കും രാജ്യത്തിന്റെ തകർച്ചയിലേക്കും നയിക്കും. എന്നാൽ ആ വെല്ലുവിളി ഏറ്റെടുക്കാൻ ഡോക്ടർ കലാം തയ്യാറായിരുന്നു. അദ്ദേഹത്തോടൊപ്പം ഡോക്ടർ R ചിദംബരവും കൈകോർത്തു. അങ്ങനെ ഓപ്പറേഷൻ ശക്തി എന്ന പേരിൽ ഇന്ത്യ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ, ഏറ്റവും രഹസ്യമായ ഒരു ദൗത്യത്തിനവിടെ തുടക്കം കുറിക്കുകയായിരുന്നു. അമേരിക്കൻ സാറ്റലൈറ്റുകളുടെ കഴുകൻ കണ്ണുകൾ ഏതുനേരവും പൊക്രാൻ മരുഭൂമിക്ക് മുകളിലൂടെ ചുറ്റിത്തിരിഞ്ഞിരുന്നു. ഭൂമിയിലെ ചെറിയൊരു മണൽത്തരിയുടെ ചലനം പോലും അവർ ഒപ്പിയെടുക്കും. ഇന്ത്യ ആണവ പരീക്ഷണം നടത്താൻ സാധ്യതയുണ്ടെന്ന് അമേരിക്കയ്ക്ക് നേരത്തെ തന്നെ സംശയമുണ്ടായിരുന്നു. അതിനാൽ CIA തങ്ങളുടെ ഏറ്റവും മികച്ച സാറ്റലൈറ്റുകളെ ഇന്ത്യയ്ക്ക് മുകളിൽ വിന്യസിച്ചു. എങ്ങനെ അമേരിക്കയെ കബളിപ്പിക്കാം, എങ്ങനെ പകലിനെ ഇരുട്ടാക്കാം, എങ്ങനെ ലോകത്തിലെ ഏറ്റവും മികച്ച ഇന്റലിജൻസ് ഏജൻസിയുടെ കണ്ണിൽ പൊടിയിടാം. ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ഒരു ഒളിച്ചുകളിക്ക് പൊക്രാന്റെ ചുട്ടുപൊള്ളുന്ന മണൽക്കരികൾ സാക്ഷ്യം വഹിക്കാൻ പോവുകയായിരുന്നു. ശാസ്ത്രവും ബുദ്ധിയും ധൈര്യവും ഒത്തുചേർന്ന ഒരു വലിയ പോരാട്ടം. അമേരിക്കയുടെ ചാര ഉപഗ്രഹങ്ങൾ ഭൂമിയിൽ നിന്ന് 100 കണക്കിന് മൈലുകൾ മുകളിൽ ഒരു കണ്ണടയ്ക്കാതെ പൊക്രാനെ നിരീക്ഷിക്കുകയായിരുന്നു. ബില്യൺ കണക്കിന് ഡോളറുകൾ വിലമതിക്കുന്ന ആ സാങ്കേതിക വിദ്യയ്ക്കു മുന്നിൽ ലോകത്തെ എന്ത് രഹസ്യവും ചോർത്താമെന്ന് അവർ അഹങ്കരിച്ചു. എന്നാൽ ആ അഹങ്കാരത്തിനേറ്റ ഏറ്റവും വലിയ പ്രഹരമായിരുന്നു കലാം സാറിന്റെ ബുദ്ധി. ആകാശത്തെ ആ വമ്പൻ ക്യാമറകളുടെ സഞ്ചാരപഥം കൃത്യമായി കണക്കുകൂട്ടി. എപ്പോഴാണ് അവ പൊക്രാൻ മരുഭൂമിക്ക് മുകളിലൂടെ കടന്നുപോകുന്നത്, എപ്പോഴാണ് അവയുടെ ദൃഷ്ടി പതിയുന്നത്, എപ്പോഴാണ് അവയ്ക്ക് അന്ധത ബാധിക്കുന്നത് എന്നെല്ലാം അദ്ദേഹം നിരീക്ഷിച്ചു. ആ ബ്ലൈൻഡ് സ്പോട്ട് അഥവാ ഉപഗ്രഹങ്ങളുടെ അന്ധകാര നിമിഷങ്ങളെ അദ്ദേഹം ഇന്ത്യയുടെ ഏറ്റവും വലിയ ആയുധമാക്കി മാറ്റി. ഇരുട്ടിന്റെ മറവിൽ ഒരു രാജ്യത്തിന്റെ തലവര മാറ്റിയെഴുതാനുള്ള ഒരുക്കങ്ങൾ പൊക്രാനിൽ തുടങ്ങി. പകൽ സമയങ്ങളിൽ പൊക്രാൻ ഒരു സാധാരണ ആർമി ക്യാമ്പായി മാത്രം തോന്നിപ്പിച്ചു. എന്നാൽ അവിടെയുള്ള പട്ടാളക്കാരിൽ പലരും യഥാർത്ഥത്തിൽ പട്ടാളക്കാരായിരുന്നില്ല. രാജ്യത്തെ ഏറ്റവും മികച്ച ശാസ്ത്രജ്ഞരും എഞ്ചിനീയർമാരും ആർമി യൂണിഫോമിൽ അവിടെയുണ്ടായിരുന്നു. അമേരിക്കയുടെയോ പാകിസ്ഥാന്റെയോ ഏതെങ്കിലും ക്യാമറ കണ്ണുകൾ സംശയിക്കാതിരിക്കാൻ ശാസ്ത്രജ്ഞർക്ക് സൈനിക വേഷം നിർബന്ധമാക്കി. അവർക്ക് വ്യാജ പേരുകൾ നൽകി. ഇന്ത്യയുടെ അഭിമാനമായ APJ അബ്ദുൽ കലാം അവിടെ മേജർ ജനറൽ പൃഥ്വിരാജായി മാറി. ഡോക്ടർ R ചിദംബരം നടരാജ് എന്ന പേരിൽ അറിയപ്പെട്ടു. പുറംലോകത്തിന് അവർ വെറും സൈനികർ മാത്രമായിരുന്നു. എന്നാൽ ആ പരുക്കൻ യൂണിഫോമുകൾക്കുള്ളിൽ രാജ്യത്തിന്റെ പ്രതിരോധത്തെ കാർന്നു തിന്നുന്ന ആശങ്കകൾക്ക് മറുപടി നൽകാൻ തയ്യാറെടുക്കുന്ന തലച്ചോറുകളായിരുന്നു. സൂര്യൻ അസ്തമിച്ച് മരുഭൂമിയിലെ ചുട്ടുപൊള്ളുന്ന മണൽത്തരികൾക്ക് നേരിയ തണുപ്പനുഭവപ്പെട്ടു തുടങ്ങുമ്പോൾ ആകാശത്തെ ചാരക്കണ്ണുകൾ വഴിമാറുന്ന ആ നിമിഷത്തിൽ അവർ തങ്ങളുടെ യഥാർത്ഥ പ്രവർത്തനത്തിലേക്ക് കടക്കും. വലിയ കുഴികൾ നിർമ്മിക്കാനുള്ള കൂറ്റൻ യന്ത്രങ്ങൾ ഇരുളിൽ ഉണർന്നു. 200 അടിയിലധികം ആഴമുള്ള വമ്പൻ ഷാഫ്റ്റുകൾ
അവർ ഭൂമിക്കടിയിലേക്ക് തുരന്നുണ്ടാക്കി. കനത്ത ഇരുട്ടിൽ അമേരിക്കൻ ഉപഗ്രഹങ്ങൾക്ക് ഒപ്പിയെടുക്കാൻ കഴിയാത്തത്ര ചെറിയ പ്രകാശത്തിൽ മാത്രമായിരുന്നു അവരുടെ പ്രവർത്തനങ്ങൾ. പരസ്പരം മുഖം പോലും വ്യക്തമായി കാണാൻ കഴിയാത്തത്ര മങ്ങിയ വെളിച്ചം. ഓരോ ദിവസവും രാത്രിയിൽ അവർ രാക്ഷസീയമായ അധ്വാനത്തിലേർപ്പെട്ടു. വിയർപ്പൊഴുക്കി, മണൽക്കാറ്റുകളോട് പൊരുതി, ഉറക്കമൊഴിഞ്ഞ് അവർ ആ രാജ്യത്തിന്റെ ഭാവി അവിടെ കെട്ടിപ്പടുത്തു. എന്നാൽ ആ അധ്വാനത്തേക്കാൾ വലിയ വെല്ലുവിളി മറ്റൊന്നായിരുന്നു. വെളുപ്പിന് സൂര്യൻ ഉദിക്കുന്നതിനു മുൻപ്, അമേരിക്കൻ സാറ്റലൈറ്റുകൾ വീണ്ടും ആകാശത്ത് വട്ടമിട്ടെത്തുന്നതിനു മുൻപ്, രാത്രിയിൽ അവർ ചെയ്ത എല്ലാ കാര്യങ്ങളുടെയും ലക്ഷണങ്ങൾ അവിടെ നിന്നും മായ്ച്ചു കളയണമായിരുന്നു. അതൊരു അവിശ്വസനീയമായ പ്രവൃത്തിയായിരുന്നു. യന്ത്രങ്ങൾ ഓടിയ വലിയ ടയർപാടുകൾ മരച്ചില്ലകൾ ഉപയോഗിച്ച് തൂത്തുമാറ്റി. കുഴിച്ചെടുത്ത ടണ്ണുകണക്കിന് മണൽ കാറ്റിന്റെ ദിശയ്ക്കനുസരിച്ച് സ്വാഭാവികമായ മണൽക്കുന്നുകൾ പോലെ രൂപകൽപ്പന ചെയ്തുവെച്ചു. കാറ്റിന്റെ ദിശ മാറിയാൽ ഈ മണൽക്കുന്നുകളുടെ രൂപവും മാറ്റണമായിരുന്നു. തലേദിവസം പകൽ ആ പ്രദേശം എങ്ങനെയിരുന്നോ, അക്ഷരം പ്രതി അതേപടി പിറ്റേന്ന് രാവിലെയും അവർ ആ സ്ഥലം പുനഃസൃഷ്ടിച്ചു. അമേരിക്കൻ സാറ്റലൈറ്റുകൾ രാവിലെ വന്ന് നോക്കുമ്പോൾ അവിടെ കാറ്റിലിളകുന്ന മണൽത്തരികളല്ലാതെ മറ്റൊന്നും അവർ കണ്ടില്ല. അവരുടെ കണ്ണിൽ അതൊരു സാധാരണ മരുഭൂമി മാത്രമായിരുന്നു. മരുഭൂമിയിലെ താപനില പലപ്പോഴും 50 ഡിഗ്രി സെൽഷ്യസിനും മുകളിലായിരുന്നു. ചുട്ടുപഴുത്ത തകര ഷീറ്റുകൾക്ക് താഴെ വീർപ്പുമുട്ടുന്ന അന്തരീക്ഷത്തിൽ പുറംലോകവുമായി യാതൊരു ബന്ധവുമില്ലാതെ ആ ശാസ്ത്രജ്ഞർ കഴിഞ്ഞുകൂടി. കുടുംബാംഗങ്ങളെ വിളിക്കാൻ പോലും അവർക്ക് അനുവാദമില്ലായിരുന്നു. ഫോൺ കോളുകൾ ട്രാക്ക് ചെയ്യപ്പെട്ടാൽ അത് ദൗത്യത്തെ ബാധിക്കുമെന്ന ഭയം എല്ലാവരിലുമുണ്ടായിരുന്നു. പരസ്പരം സംസാരിക്കുന്നതുപോലും രഹസ്യ കോഡുകളിലൂടെയായിരുന്നു. ചില ദിവസങ്ങൾ അതിശക്തമായ മണൽക്കാറ്റുകൾ അവരുടെ ക്യാമ്പുകളെ തകർത്തെറിഞ്ഞു. കുഴിച്ചുകൊണ്ടിരുന്ന വലിയ കിടങ്ങുകളിലേക്ക് ടണ്ണുകണക്കിന് മണൽ ഇടിഞ്ഞു വീണു. ദിവസങ്ങളുടെ അധ്വാനം ഒറ്റയടിക്കില്ലാതായി. അപ്പോഴെല്ലാം അവർ നിരാശരാകാതെ ഇരട്ടി വാശിയോടെ വീണ്ടും പണി തുടങ്ങി. അതൊരു വെറും ജോലിയായിരുന്നില്ല, അവരുടെ ശിരകളിൽ ഓടിക്കൊണ്ടിരുന്ന ദേശസ്നേഹത്തിന്റെ അഗ്നിയായിരുന്നു. ഓരോ ദിവസവും കൊഴിഞ്ഞുപോകവേ ഡൽഹിയിലെ സൗത്ത് ബ്ലോക്കിൽ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയുടെ ഹൃദയമിടിപ്പും കൂടുകയായിരുന്നു. ഏതെങ്കിലും ഒരു നിമിഷത്തിൽ അമേരിക്കൻ ചാരസംഘടനയായ CIA ഈ വിവരം മണത്തെറിഞ്ഞാൽ സകലതും തകരും. ഇന്ത്യയുടെ സമ്പദ്വ്യവസ്ഥയെ തകർക്കാൻ പോന്ന ഉപരോധങ്ങൾ അമേരിക്ക കൊണ്ടുവരും. ആ വലിയ ഉത്തരവാദിത്തം, ആ സമ്മർദ്ദം, അത് വാജ്പേയിക്കും കലാമിനും ചിദംബരത്തിനും മാത്രമേ അറിയുമായിരുന്നുള്ളൂ. എന്നിട്ടും ആരും പിന്മാറാൻ തയ്യാറായില്ല. കാരണം ഇത് ഇന്ത്യയുടെ നിലനിൽപ്പിന്റെ പ്രശ്നമായിരുന്നു. ലോകത്തിനു മുന്നിൽ ഒരു പരമാധികാര രാജ്യമായി തലയുയർത്തി നിൽക്കണമെങ്കിൽ, ആരോടും കെഞ്ചാതെ സ്വന്തം കാലിൽ നിൽക്കണമെങ്കിൽ ഈ പരീക്ഷണം വിജയിച്ചേ മതിയാകൂ എന്നവർക്കുറപ്പായിരുന്നു. പൊക്രാനിലെ ആ ചൂടുള്ള രാത്രികളിൽ നക്ഷത്രങ്ങൾ പോലും അവരെ നോക്കി അത്ഭുതപ്പെട്ടിരിക്കാം. പകലത്തെ അസഹ്യമായ ചൂടിൽ നിന്നും മാറി രാത്രിയിലെ തണുപ്പിലേക്ക് മരുഭൂമി മാറുമ്പോഴും ആ മനുഷ്യരുടെ ഉള്ളിലെ തീ അണഞ്ഞിരുന്നില്ല. അവരുടെ കണ്ണുകളിൽ ഉറക്കമുണ്ടായിരുന്നില്ല. പകരം രാജ്യത്തിന്റെ ഭാവിയെക്കുറിച്ചുള്ള വലിയ സ്വപ്നങ്ങളായിരുന്നു. ഇടയ്ക്കിടെ ദൂരെ നിന്നും കേൾക്കുന്ന കുറുക്കന്മാരുടെ ഓരിയിടലുകൾ മാത്രമായിരുന്നു ആ നിശബ്ദതയെ ഭേദിച്ചത്. ക്യാമ്പിലെ ചെറിയ ഒരു ടെന്റിലിരുന്ന് കലാം സാർ തന്ത്രങ്ങൾ മെനഞ്ഞു. ഓരോ ദിവസത്തെയും പുരോഗതി അദ്ദേഹം ഡൽഹിയിലേക്ക് റിപ്പോർട്ട് ചെയ്തു. വളരെ രഹസ്യമായ കോഡുകളിലൂടെയായിരുന്നു ആശയവിനിമയം. താജ്മഹൽ സുരക്ഷിതമാണ്, കുട്ടികൾ ഉറങ്ങി തുടങ്ങിയ സാധാരണ വാചകങ്ങൾക്ക് പിന്നിൽ വലിയ ആണവ രഹസ്യങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നു. ഇന്റലിജൻസ് ഏജൻസികൾ ഈ സന്ദേശങ്ങൾ ചോർത്തിയാൽ പോലും അവർക്കൊന്നും മനസ്സിലാകില്ലായിരുന്നു. അത്രത്തോളം സൂക്ഷ്മതയായിരുന്നു ഓരോ ചുവടുവെപ്പിലും അവർ കാണിച്ചത്. ഭൂമിക്കടിയിൽ നിർമ്മിച്ച കുഴികൾക്ക് അവർ വ്യത്യസ്തമായ പേരുകൾ നൽകി. വൈറ്റ് ഹൗസ്, താജ്മഹൽ, കുംഭകർണൻ എന്നിങ്ങനെയായിരുന്നു അവയുടെ രഹസ്യനാമങ്ങൾ. ഏറ്റവും വലിയ കുഴിയായ വൈറ്റ് ഹൗസിലായിരുന്നു പ്രധാന ഉപകരണം സ്ഥാപിക്കേണ്ടിയിരുന്നത്. കുഴികൾ നിർമ്മിക്കുന്നതിനിടയിൽ പലപ്പോഴും ഭൂഗർഭജലം തടസ്സമായി വന്നു. മരുഭൂമിയിൽ വെള്ളം കാണുന്നത് അസാധാരണമാണ്. എന്നാൽ 100 അടിയോളം താഴെ അവർക്ക് വെള്ളം നേരിടേണ്ടി വന്നു. പമ്പുകൾ ഉപയോഗിച്ച് വെള്ളം വറ്റിക്കുന്നത് വലിയ ശബ്ദമുണ്ടാക്കും. അത് ശത്രുക്കളുടെ ശ്രദ്ധയെ ആകർഷിക്കും. അതിനാൽ വളരെ പതുക്കെ ശബ്ദമില്ലാത്ത മോട്ടോറുകൾ ഉപയോഗിച്ചാണ് അവർ ആ വെല്ലുവിളിയെ നേരിട്ടത്. ഓരോ നിമിഷവും ഓരോ പുതിയ പ്രതിസന്ധികൾ അവർക്ക് മുന്നിൽ ഉയർന്നുവന്നു. എന്നാൽ ആ ശാസ്ത്രജ്ഞരുടെ നിശ്ചയദാർഢ്യത്തിനു മുന്നിൽ അവയെല്ലാം വഴിമാറി. ആരും അറിയാതെ, ഒരു ശബ്ദവും പോലുമില്ലാതെ ഭൂമിക്കടിയിൽ ഒരു വലിയ കൊടുങ്കാറ്റിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു. 1998 മെയ് മാസം അടുത്തപ്പോഴേക്കും മുംബൈയിലെ ഭാഭ അറ്റോമിക് റിസർച്ച് സെന്ററിൽ നിന്നും ആ സുപ്രധാന ഉപകരണങ്ങൾ, പ്ലൂട്ടോണിയം കോറുകൾ, അതീവ രഹസ്യമായി ട്രക്കുകളിൽ പൊഖ്രാനിലേക്ക് തിരിച്ചു. സാധാരണ ആർമി ട്രക്കുകളുടെ രൂപത്തിലായിരുന്നു ആ യാത്ര. യാത്രയിലുടനീളം വൻ സുരക്ഷയൊരുക്കിയിരുന്നു. എന്നാൽ പുറത്തുനിന്ന് നോക്കുന്ന ഒരാൾക്ക്
അത് സാധാരണ സൈനിക നീക്കം മാത്രമാണെന്നേ തോന്നുകയുള്ളൂ. ഓരോ ചെക്ക് പോസ്റ്റുകളും കടന്ന് ഓരോ നഗരങ്ങളും പിന്നിട്ട് ഇന്ത്യയുടെ വിധി നിർണയിക്കുന്ന ആ വാഹനങ്ങൾ രാജസ്ഥാന്റെ മരുഭൂമിയിലേക്ക് പ്രവേശിച്ചു. അപ്പോഴും ലോകം ഉറങ്ങുകയായിരുന്നു, അല്ലെങ്കിൽ അവരെ ഇന്ത്യ സമർത്ഥമായി ഉറക്കിക്കിടത്തുകയായിരുന്നു. CIA അത്യാധുനിക കമ്പ്യൂട്ടറുകൾ ഇന്ത്യയുടെ ഭാഗത്തു നിന്നും യാതൊരു അസാധാരണത്വവും റിപ്പോർട്ട് ചെയ്തില്ല. അമേരിക്കൻ ഇന്റലിജൻസിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പരാജയത്തിലേക്ക് അവർ നടന്നെടുക്കുകയായിരുന്നു. ഭയം എന്ന വികാരം ആ ക്യാമ്പിൽ ആർക്കും ഉണ്ടായിരുന്നില്ല. എന്നാൽ പിടിക്കപ്പെട്ടാൽ രാജ്യത്തിന് സംഭവിക്കാൻ പോകുന്ന ദുരന്തത്തെക്കുറിച്ചുള്ള ഉത്കണ്ഠ എല്ലാവരുടെ മുഖത്തും പ്രകടമായിരുന്നു. ഒരു ചെറിയ അശ്രദ്ധ മതി എല്ലാം തകരാൻ. അതുകൊണ്ടുതന്നെ ഓരോ മണൽത്തരിയും എവിടെയാണോ കിടന്നിരുന്നത് അവിടെ തന്നെ തിരികെ വയ്ക്കാൻ അവർ ശ്രദ്ധിച്ചു. ഈ ഒളിച്ചുകളി മാസങ്ങളോളം നീണ്ടുനിന്നു. ലോകത്തിലെ ഏറ്റവും വലിയ സാങ്കേതിക വിദ്യയെ കേവലം ബുദ്ധിയും മനുഷ്യപ്രയത്നവും കൊണ്ട് ഇന്ത്യ പരാജയപ്പെടുത്തുകയായിരുന്നു. അമേരിക്കൻ പ്രതിരോധ ആസ്ഥാനമായ പെന്റഗൺ നിസ്സംഗരായി ഉറങ്ങുമ്പോൾ പൊഖ്രാനിലെ മരുഭൂമിയിൽ ഇന്ത്യയുടെ ആത്മാഭിമാനം ഉണർന്നെഴുന്നേൽക്കുകയായിരുന്നു. പരീക്ഷണത്തിനുള്ള ഉപകരണങ്ങൾ എല്ലാം പൂർണ്ണസജ്ജമായി. കേബിളുകൾ ബന്ധിപ്പിച്ചു. ട്രിഗർ മെക്കാനിസങ്ങൾ പലതവണ പരിശോധിച്ചുറപ്പുവരുത്തി. ഇനി ആ നിമിഷം വന്നെത്തുക മാത്രമാണ് ബാക്കി. ഡൽഹിയിൽ നിന്നും പ്രധാനമന്ത്രിയുടെ പച്ചക്കൊടിക്കായി കാത്തിരിക്കുന്ന ആ മണിക്കൂറുകൾ, ഹൃദയമിടിപ്പുകൾ നിലയ്ക്കുന്ന സമയം. ആർമി ക്യാമ്പിലെ രഹസ്യ ബങ്കറിലിരുന്ന് കലാമും ചിദംബരവും കാത്തിരുന്നു. പുറത്ത് കൊടും ചൂട്, എന്നാൽ ആ ബങ്കറിനുള്ളിലെ അന്തരീക്ഷം അങ്ങേയറ്റം സംഘർഷഭരിതമായിരുന്നു. എന്ത് സംഭവിക്കുമെന്ന ആകാംക്ഷ, ലോകം എങ്ങനെ പ്രതികരിക്കും, 100 ചോദ്യങ്ങൾ ആ മനുഷ്യരുടെ മനസ്സിലൂടെ കടന്നുപോയി. ഒടുവിൽ ആ സുപ്രധാന സന്ദേശം ഡൽഹിയിൽ നിന്നും അവരെ തേടിയെത്തി. ചരിത്രം തിരുത്തിക്കുറിക്കാനുള്ള സമയം വന്നെത്തിയിരിക്കുന്നു. 1998 മെയ് 11. അന്ന് പതിവിലും ചൂടുള്ള ഒരു പ്രഭാതമായിരുന്നു പൊക്രാനിൽ പുലർന്നത്. ചുട്ടുപൊള്ളുന്ന സൂര്യൻ മരുഭൂമിയെ ഒരഗ്നികുണ്ഡമാക്കി മാറ്റിയിരുന്നു. കാറ്റിന്റെ ഗതി അനുകൂലമാണെന്ന് കാലാവസ്ഥാ നിരീക്ഷകർ വീണ്ടും വീണ്ടും ഉറപ്പുവരുത്തി. ഭൂമിക്കടിയിൽ മീറ്ററുകൾ താഴെ ഉറങ്ങിക്കിടക്കുന്ന ആ ഭീമാകാരമായ ഉപകരണങ്ങളിലേക്ക് വിരൽത്തുമ്പിലെ ഒരു ചെറിയ സിഗ്നലെത്താൻ കാത്തിരിക്കുകയാണ് രാജ്യം. ഡൽഹിയിൽ പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിൽ അടൽ ബിഹാരി വാജ്പേയി ഫോണിനരികിൽ ആകാംക്ഷയോടെ കാത്തിരുന്നു. പൊക്രാനിലെ ഒരു ഇരുണ്ട ബങ്കറിനുള്ളിൽ കൺട്രോൾ പാനലിനു മുന്നിൽ ഡോക്ടർ APJ അബ്ദുൽ കലാമും ചിദംബരവും മറ്റ് പ്രധാന ശാസ്ത്രജ്ഞരും ശ്വാസമടക്കി നിന്നു. അവരുടെ മുഖത്ത് വികാരങ്ങളൊന്നും പ്രകടമായിരുന്നില്ലെങ്കിലും നെഞ്ചിടിപ്പ് ആ മുറിയിലെ നിശബ്ദതയെ ഭേദിക്കുന്നതായിരുന്നു. ഇത് കേവലം ഒരു ശാസ്ത്രീയ പരീക്ഷണമല്ല, മറിച്ച് നൂറ്റാണ്ടുകളായി അടിമത്തവും ദാരിദ്ര്യവും അനുഭവിച്ച ഒരു ജനതയുടെ ആത്മാഭിമാനത്തിന്റെ പ്രഖ്യാപനമാണ്. ലോകത്തിനു മുന്നിൽ ഇന്ത്യ ആരാണെന്ന് തെളിയിക്കാനുള്ള അവസാനത്തെ അവസരം. ആ മുറിയിലെ AC പ്രവർത്തിക്കുന്നുണ്ടായിരുന്നിട്ടും പലരുടെയും നെറ്റിയിൽ വിയർപ്പ് പൊടിഞ്ഞു. കൗണ്ട് ഡൗൺ ആരംഭിച്ചു. 5, 4, 3, 2, 1. ഒടുവിൽ ആ ചരിത്ര നിമിഷം വന്നെത്തി. കൃത്യം ഉച്ചതിരിഞ്ഞ് 3:45 ട്രിഗർ ബട്ടൺ അമർത്തപ്പെട്ടു. നിമിഷങ്ങളുടെ നിശബ്ദത. പെട്ടെന്ന് പൊക്രാനിലെ മരുഭൂമിക്ക് കീഴിൽ നിന്നും സങ്കൽപ്പിക്കാൻ പോലും കഴിയാത്തത്ര വലിയൊരു ഊർജം പുറത്തേക്ക് കുതിച്ചു. ഭൂമി ഭയാനകമായി വിറകൊണ്ടു. റിക്ടർ സ്കെയിലിൽ അത് വലിയൊരു കുലുക്കമായി രേഖപ്പെടുത്തി. കൺമുന്നിൽ ഒരു വലിയ പർവ്വതം ഭൂമിക്കടിയിൽ നിന്നും മുകളിലേക്ക് ഉയർന്നു വരുന്നതുപോലെ ടൺ കണക്കിന് മണൽക്കുന്നുകൾ ആകാശത്തേക്ക് കുതിച്ചുയർന്നു. ഒരു നിമിഷം ആകാശവും ഭൂമിയും തമ്മിലുള്ള അതിരുകൾ മാഞ്ഞുപോയി. ഭീമാകാരമായ ആ സ്ഫോടനത്തിന്റെ ശബ്ദം മൈലുകൾക്കപ്പുറത്തേക്ക് അലയടിച്ചു. ഭൂമിക്കടിയിലെ ആ മഹാവിസ്ഫോടനത്തിൽ പാറകൾ ഉരുകിയൊലിച്ചു. ഭൂമിയുടെ ഹൃദയം പിളർന്നു. സ്ഫോടനത്തിന് ശേഷം വലിയൊരു പൊടിപടലം ആ പ്രദേശമാകെ മൂടി. ശാസ്ത്രജ്ഞരുടെ കണ്ണുകളിൽ ആശ്വാസത്തിന്റെ, വിജയത്തിന്റെ കണ്ണുനീർ തിളങ്ങി. ആ കാഴ്ച കണ്ടുകൊണ്ടു നിന്ന ഡോക്ടർ കലാമിന്റെ കണ്ണുകൾ ഈറനണിഞ്ഞു. വർഷങ്ങളുടെ കഠിനാധ്വാനം, ഉറക്കമില്ലാത്ത രാത്രികൾ, അമേരിക്കയുടെ കണ്ണുവെട്ടിച്ചനുഭവിച്ച മാനസിക സംഘർഷങ്ങൾ എല്ലാം ആ ഒരൊറ്റ സ്ഫോടനത്തോടെ അവസാനിക്കുകയായിരുന്നു. അവർ പരസ്പരം കെട്ടിപ്പിടിച്ചു. ചിലർ വിതുമ്പി. ഇന്ത്യ ലോകത്തിന്റെ നെറുകയിലേക്കുയർന്ന ആ നിമിഷം അവർ നേരിട്ടനുഭവിച്ചറിയുകയായിരുന്നു. തങ്ങളുടെ രാജ്യം ഇനി ഒരിക്കലും ഭയന്ന് ജീവിക്കേണ്ടതില്ല എന്ന സത്യം അവർ തിരിച്ചറിഞ്ഞു. ആ നിമിഷം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള സീസ്മോഗ്രാഫുകൾ, ഭൂകമ്പം അളക്കുന്ന യന്ത്രങ്ങൾ ഭ്രാന്തമായി ശബ്ദിക്കാൻ തുടങ്ങി. വാഷിംഗ്ടണിലെ പെന്റഗണിലും CIA ആസ്ഥാനത്തും അപായമണികൾ മുഴങ്ങി. കമ്പ്യൂട്ടർ സ്ക്രീനുകളിൽ അസാധാരണമായ തരംഗങ്ങൾ മിന്നിമറിഞ്ഞു. എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ അവർക്ക് നിമിഷങ്ങൾ വേണ്ടിവന്നു.
തങ്ങളുടെ കോടിക്കണക്കിന് ഡോളർ വിലമതിക്കുന്ന ലോകത്തെ വിറപ്പിക്കുന്ന സാറ്റലൈറ്റ് കണ്ണുകളെ ഇന്ത്യയിലെ ഒരു കൂട്ടം ശാസ്ത്രജ്ഞർ മാസങ്ങളോളം വിഡ്ഢികളാക്കിയിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം അമേരിക്കൻ ഉദ്യോഗസ്ഥരെ ഞെട്ടിച്ചു. അവർക്ക് സ്വന്തം കണ്ണുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഇന്ത്യ പോലൊരു രാജ്യം തങ്ങളുടെ ഇന്റലിജൻസ് സംവിധാനങ്ങളെ ഒന്നടങ്കം നോക്കുകുത്തിയാക്കി ഇത്ര വലിയൊരു പരീക്ഷണം നടത്തുമെന്ന് അവർ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. അമേരിക്കൻ ഇന്റലിജൻസിന്റെ ചരിത്രത്തിൽ ഏറ്റവും വലിയ പരാജയമായി അത് മാറി. അതേസമയം ചൈനയിലും ഈ കുലുക്കം വലിയ പരിഭ്രാന്തി സൃഷ്ടിച്ചു. ഇന്ത്യയുടെ അതിർത്തിക്കടുത്ത് വൻ ഭൂകമ്പമുണ്ടായോ എന്ന സംശയത്തിൽ ചൈനീസ് അധികൃതർ ഉടൻ തന്നെ ഡൽഹിയിലേക്ക് ബന്ധപ്പെട്ടു. ഇന്ത്യയിൽ എന്തെങ്കിലും പ്രകൃതി ദുരന്തം സംഭവിച്ചോ എന്നായിരുന്നു അവരുടെ അടിയന്തരമായ ചോദ്യം. എന്നാൽ ആ കുശല പ്രശ്നത്തിന് ഇന്ത്യ നൽകിയ മറുപടി ലോകത്തിന്റെ അടിത്തറ ഇളക്കുന്നതായിരുന്നു. ഡൽഹിയിൽ വളരെ ശാന്തനായി എന്നാൽ തികഞ്ഞ ഗാംഭീര്യത്തോടെ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി മാധ്യമങ്ങൾക്ക് മുന്നിലെത്തി. ലോകം മുഴുവൻ അദ്ദേഹത്തിന്റെ വാക്കുകൾക്കായി കാതോർത്തു. യാതൊരു ഭാവവ്യത്യാസവുമില്ലാതെ വളരെ കൂളായി അദ്ദേഹം ആ ചരിത്രപരമായ പ്രഖ്യാപനം നടത്തി. ഇന്നുച്ചതിരിഞ്ഞ് കൃത്യം 3:45 ഇന്ത്യ പൊഖ്രാനിൽ 3 അണ്ടർഗ്രൗണ്ട് ന്യൂക്ലിയർ ടെസ്റ്റുകൾ വിജയകരമായി പൂർത്തിയാക്കിയിരിക്കുന്നു. ആ ഒരൊറ്റ വാചകത്തിൽ ലോകം സ്തംഭിച്ചുപോയി. അതൊരു ഭൂകമ്പമായിരുന്നില്ല, മറിച്ച് ശാസ്ത്രത്തിന്റെ, ബുദ്ധിയുടെ, നിശ്ചയദാർഢ്യത്തിന്റെ അതിർത്തികൾ ഭേദിച്ച ഇന്ത്യയുടെ ഗർജനമായിരുന്നു അത്. തങ്ങളെ മാറ്റി നിർത്തിയ ലോകത്തിനു മുന്നിൽ തങ്ങൾക്കപ്രാപ്യമെന്നവർ കരുതിയ ആ മഹാശക്തിയെ ഇന്ത്യ സ്വന്തമാക്കിയിരിക്കുന്നു എന്ന് അദ്ദേഹം ലോകത്തെ അറിയിച്ചു. ഈ ഒറ്റ അനൗൺസ്മെന്റോടെ കാര്യങ്ങൾ മാറിമറിഞ്ഞു. പാശ്ചാത്യ രാജ്യങ്ങൾ ഞെട്ടലോടെയും രോഷത്തോടെയും ഈ വാർത്തയോട് പ്രതികരിച്ചു. സാമ്പത്തിക ഉപരോധങ്ങളുടെ വലിയൊരു പരമ്പര തന്നെ ഇന്ത്യക്ക് മേൽ വീണു. വിദേശ രാജ്യങ്ങൾ ഇന്ത്യയുമായുള്ള ബന്ധം വിച്ഛേദിച്ചു. ടെക്നോളജികൾ നിഷേധിക്കപ്പെട്ടു. എന്നാൽ ഇന്ത്യ തളർന്നില്ല. കാരണം ഏറ്റവും വലിയ പ്രതിസന്ധിയെ മറികടക്കാനുള്ള മാനസികവും സാങ്കേതികവുമായ ശക്തി അപ്പോഴേക്കും രാജ്യം ആർജിച്ചിരുന്നു. മെയ് 13-ന്, അതായത് 2 ദിവസങ്ങൾക്ക് ശേഷം 2 പരീക്ഷണങ്ങൾ കൂടി നടത്തിക്കൊണ്ട് ഇന്ത്യ തങ്ങളുടെ ആണവദൗത്യം സമ്പൂർണമായി പൂർത്തിയാക്കി. ഓപ്പറേഷൻ ശക്തി പൂർണ്ണ വിജയമായിരുന്നു. ഇന്ത്യ എന്ന രാജ്യത്തെ കേവലം ഒരു 3ാം ലോക രാജ്യമെന്ന നിലയിൽ നിന്നും ലോകത്തെ തന്നെ നിയന്ത്രിക്കാൻ കെൽപ്പുള്ള ഒരു സൂപ്പർ പവറിലേക്കുള്ള ചവിട്ടുപടിയായിരുന്നു ആ ദിവസങ്ങൾ. അന്ന് ആ പരീക്ഷണം നടന്നില്ലായിരുന്നെങ്കിൽ, അമേരിക്കയുടെ സാറ്റലൈറ്റുകളെ ഭയന്ന് ഇന്ത്യ പിന്മാറിയിരുന്നെങ്കിൽ, ഒരുപക്ഷേ ഇന്ന് കാണുന്ന രീതിയിൽ ഇന്ത്യ ലോകരാജ്യങ്ങൾക്കിടയിൽ തലയുയർത്തി നിൽക്കുമായിരുന്നില്ല. നിരന്തരമുള്ള അതിർത്തി തർക്കങ്ങളിലും അയൽ രാജ്യങ്ങളുടെ ഭീഷണികൾക്ക് മുന്നിൽ ഭയന്ന് ജീവിക്കേണ്ടി വന്നേനെ. എന്നാൽ ആ സ്ഫോടനം ലോകത്തിന് നൽകിയ സന്ദേശം വളരെ വ്യക്തമായിരുന്നു. ഇന്ത്യയെ ഇനി ആർക്കും അവഗണിക്കാനാവില്ല. ഇന്ത്യയെ തൊട്ടാൽ അത് വലിയ തിരിച്ചടികൾക്ക് കാരണമാകും. ഇന്ത്യയുടെ ഈ ആണവ പ്രോഗ്രാം ഒരു രാത്രി കൊണ്ടുണ്ടായതല്ല. അത് ഹോമി ജഹാംഗീർ ഭാബയിൽ തുടങ്ങി വിക്രം സാരാഭായിലൂടെ, രാജാ രാമണ്ണയിലൂടെ, ആർ ചിദംബരത്തിലൂടെ വളർന്ന് APJ അബ്ദുൽ കലാമിലെത്തിയ ദശാബ്ദങ്ങൾ നീണ്ട തപസ്സായിരുന്നു. പേരും പ്രശസ്തിയും ആഗ്രഹിക്കാത്ത ആയിരക്കണക്കിന് അജ്ഞാതരായ ശാസ്ത്രജ്ഞരുടെയും എഞ്ചിനീയർമാരുടെയും വിയർപ്പിന്റെയും രക്തത്തിന്റെയും ഫലമായിരുന്നു അത്. ആ തുടക്കത്തിലെ ചോദ്യത്തിലേക്ക് നമുക്ക് വീണ്ടും വരാം. കോടിക്കണക്കിന് മനുഷ്യരെ നിമിഷനേരം കൊണ്ട് കൊന്നൊടുക്കാൻ ശേഷിയുള്ള, സർവനാശം വിതയ്ക്കാൻ കഴിവുള്ള ഒരായുധം നിർമ്മിച്ചതിൽ ഒരു സന്യാസിയെപ്പോലെ ജീവിച്ച, വീണ വായിക്കുകയും ഭഗവത്ഗീതയും ഖുറാനും വായിക്കുകയും ചെയ്തിരുന്ന ആ മനുഷ്യന് കുറ്റബോധമുണ്ടായിരുന്നോ? ഇല്ല, ലവലേശമുണ്ടായിരുന്നില്ല. കാരണം അദ്ദേഹം ആയുധം നിർമ്മിച്ചത് യുദ്ധം ചെയ്യാനോ മറ്റൊരു രാജ്യത്തെ ആക്രമിക്കാനോ ആയിരുന്നില്ല, മറിച്ച് തന്റെ രാജ്യത്തിനുമേലൊരു യുദ്ധമുണ്ടാകുന്നത് ഒഴിവാക്കാനാണ്. ഒരു രാജ്യത്തിന് സ്വന്തം ജനതയെ സംരക്ഷിക്കാൻ ശക്തി അനിവാര്യമാണെന്ന് അദ്ദേഹം പൂർണ്ണമായി വിശ്വസിച്ചു. ദുർബലരോട് ആരും സമാധാനം പറയില്ല. ലോകമെക്കാലവും ബഹുമാനിക്കുന്നത് ശക്തിയെ മാത്രമാണ്. ആ ശക്തി രാജ്യത്തിന് നേടിക്കൊടുക്കുക എന്നത് ഒരു ശാസ്ത്രജ്ഞനെന്ന നിലയിൽ തന്റെ ധർമ്മമാണെന്നും കടമയാണെന്നും അദ്ദേഹം ഉറച്ചു വിശ്വസിച്ചു. ഇന്ത്യയുടെ പ്രതിരോധ മേഖലയ്ക്ക് അദ്ദേഹം നൽകിയ സംഭാവനകൾ കാലങ്ങൾക്ക് മായ്ക്കാനാവാത്തതാണ്. അഗ്നിയും പൃഥ്വിയും ഉൾപ്പെടെയുള്ള ഇന്ത്യയുടെ അഭിമാന മിസൈലുകൾക്ക് ചിറകുമുളച്ചത് അദ്ദേഹത്തിന്റെ തലച്ചോറിലാണ്. രാമേശ്വരത്തെ ഒരു ദരിദ്ര കുടുംബത്തിൽ ജനിച്ച്, പത്രമിട്ട് പഠിച്ച്,
ജീവിതത്തിന്റെ കൈപ്പേറിയ യാഥാർത്ഥ്യങ്ങളോട് പടപൊരുതി ഇന്ത്യയുടെ പ്രഥമ പൗരൻ വരെ എത്തിയ ആ മനുഷ്യന്റെ ജീവിതം ഏതൊരു സാധാരണക്കാരനും ഇന്നും ഒരു വലിയ പാഠപുസ്തകമാണ്. അവസാനം രാജ്യത്തിന് മുഴുവൻ വെളിച്ചം നൽകി ഒരു മിസൈല് പോലെ ഈ ലോകത്തു നിന്നും പറന്നകന്നുപോയെങ്കിലും ജനങ്ങളുടെ മനസ്സിൽ അദ്ദേഹം ഇന്നും ജീവിക്കുന്നു. ഇന്ത്യയുടെ ആണവ സ്വപ്നങ്ങൾക്ക് ചിറകു നൽകിയ, രാജ്യത്തിന്റെ അഭിമാനം, നമ്മൾ ഓരോരുത്തരുടെയും റോൾ മോഡലായ ആ വലിയ മനുഷ്യനെ ചരിത്രമെക്കാലവും വലിയ അക്ഷരങ്ങളിൽ ഒരൊറ്റ പേരിലോർക്കും: ദ മിസൈൽ മാൻ ഓഫ് ഇന്ത്യ.